എൻ്റെ അല്ല, അമ്മാവൻ്റെ. നിന്റെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? ആ അവകാശമൊന്നും ഇപ്പം ഇല്ല. മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്നത് കണ്ട് വരാന്തയിൽ ചാരുകസേരയിൽ ചാരിയിരിക്കുകയായിരുന്ന 60 വയസ്സോളം പ്രായം തോന്നുന്ന ഒരാൾ നിവർന്നിരുന്ന് അവരെ ശ്രദ്ധിച്ചു. അതാരാണെന്ന അർത്ഥത്തിൽ ദേവൻ ഗൗരിയെ നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, അമ്മാവനാ. അവർ കാറിൽ നിന്നിറങ്ങി ബാഗ് എടുത്ത് അയാളുടെ അടുത്തേക്ക് ചെന്നു. നീ വന്നോ? നിന്റെ അച്ഛൻ നിന്റെ കല്യാണമൊക്കെ നടത്തിയോ? ദേവനെ കണ്ട് അയാൾ ചോദിച്ചു. കയറി വാ. നീ ഇന്ന് വരുന്ന അറിയായിരുന്നു. കൂടെ നിന്റെ ഭർത്താവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അമ്മായി എവിടെ? വയ്യ, കിടക്കുക. എന്തു പറ്റി അമ്മായിക്ക്? വാദത്തിൻ്റെയാ. കൈയും കാലൊന്നും ശരിക്കും അനക്കാൻ വയ്യ. ദിനേശേട്ടനോ? പറമ്പിൽ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ പോയതാ, തിരിച്ചെത്തിയിട്ടില്ല. ധന്യ ചേച്ചി ഇന്ന് എത്തുമോ? ആ, അനി ജോലി കഴിഞ്ഞ് വന്നാ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും നാളെ എത്തൂ. നിന്റെ പേരെന്താ? അയാൾ ദേവനോട് ചോദിച്ചു. മഹാദേവൻ. എന്ത് ജോലിയാ ചെയ്യുന്നത്? ബിസിനസ്സാ. ബിസിനസ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ബിസിനസ്സാ? കൺസ്ട്രക്ഷൻ കമ്പനി. മെച്ചമൊക്കെ ഉണ്ടോ? ആ, വലിയ കുഴപ്പമില്ല. നിങ്ങൾ ഉമ്മറത്ത് തന്നെ നിൽക്കാതെ അകത്തേക്ക് ചെല്ല്. നിന്റെ മുറി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അവർ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ അമ്മായി കിടക്കുക. നീ വന്ന മുറിയിലേക്കൊന്ന് വരാൻ പറഞ്ഞു. ചെന്ന് കാണ്. ശരി മാമേ എന്ന് പറഞ്ഞവൾ അകത്തേക്ക് കയറിപ്പോയി. ചെറിയൊരു മുറിയിൽ ഒരാൾക്ക് കിടക്കാൻ പാകത്തിൽ വീതിയിൽ സിംഗിൾ കോട്ട് ബെഡ്. റൂമിൻ്റെ ഒരു മൂലയിലായി ചെറിയൊരു മരത്തിൻ്റെ അലമാര. അതിൻ്റെ വശത്തായി മരത്തിൻ്റെ ഒരു ടേബിളും ചെയറും ഇരിക്കുന്നുണ്ട്. ഇതായിരുന്നോ നിന്റെ റൂം? ദേവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് വാങ്ങി മുറിയുടെ ഒരു വശത്തായി വെച്ച് ഗൗരി പറഞ്ഞു. ഇത് മുത്തശ്ശിയുടെ റൂമാ. മുത്തശ്ശി മരിക്കുന്നത് വരെ ഞാനും മുത്തശ്ശി ഇവിടെയായിരുന്നു. മുത്തശ്ശി മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റേതായി. റൂമിനുള്ളിൽ വാഷ്റൂമൊന്നുമില്ല. ഇത് വളരെ പഴക്കമുള്ള വീടാ. മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കൊണ്ടാ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലാത്തത്. വാഷ്റൂമൊക്കെ പുറത്താ. ഓ ഗോഡ്, എങ്ങനെ ഇവിടെ കഴിയുക? ഞാൻ പറഞ്ഞതല്ലേ ബുദ്ധിമുട്ടാകും വരണ്ടെന്ന്. ഞാൻ ഇവിടെ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അമ്മാവൻ്റെയും ദിനേശേട്ടൻ്റെയും ധന്യചേച്ചിയുടെയും മുറികളിലെല്ലാം അവരിപ്പോൾ വാഷ്റൂം ഉണ്ടാക്കി. ഇവിടെ ഇരുന്നോളൂ, ഞാൻ അമ്മായിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഗൗരി അവിടുന്ന് പോയി. അമ്മായിയുടെ റൂമിൽ ചെല്ലുമ്പോൾ അമ്മായി കിടക്കുകയായിരുന്നു. അടുത്ത് ചെന്ന് ഗൗരി അമ്മായി എന്ന് വിളിച്ചപ്പോൾ പതിയെ കണ്ണു തുറന്ന് നോക്കി. നീ വന്നോ എന്ന് ചോദിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങി. എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് ഗൗരി അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചുമരിലേക്ക് തലയണ ചാരിവെച്ച് അവരെ ചാരിയിരുത്തി. അവളെ കണ്ടതും അമ്മായി ചോദിച്ചു, നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? അപ്പോൾ മനുവോ? അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. എന്നിട്ട് അവൻ എവിടെ? കൂടെ വന്നില്ലേ? മുറിയിലുണ്ട്. നിനക്കവിടെ സുഖാണോ? അമ്മായിക്ക് തീരെ നടക്കാൻ വയ്യേ? വാദത്തിൻ്റെയാ. ശരീരം മൊത്തം വേദനയാ. ആരെങ്കിലും പിടിച്ചെഴുന്നേൽപ്പിച്ച് നടത്തണം. ഡോക്ടർ പറഞ്ഞതാ ദിവസവും കുറച്ചു നേരം നടക്കണമെന്ന്. ഇവിടെ ആരാ അതിനൊക്കെ ഉള്ളത്? ദിനേശനോട് പറഞ്ഞാൽ അവൻ കുറേ വഴക്കിടും. അമ്മയ്ക്ക് മിണ്ടാതെ ഒരിടത്ത് കിടന്നൂടേന്ന് ചോദിക്കും. ആഴ്ചയിലെങ്കിലും വന്ന് ഒന്ന് നടത്തിക്കാൻ ധന്യോട് പറഞ്ഞാൽ അവൾക്ക് 100 കൂട്ടം തിരക്ക് പറയും. അങ്ങേരെന്നെ മുറിക്കകത്തു കൂടെ പിടിച്ചു നടത്തും. ഉമ്മറത്തേക്കൊന്നും കൊണ്ടുപോവാൻ അങ്ങേർക്കും വയ്യ. നീ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഉമ്മറത്ത് കൊണ്ടുപോയി കുറച്ചു നേരം ഇരുത്ത്. വരൂ എന്ന് പറഞ്ഞ് ഗൗരി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പ്രയാസപ്പെട്ട് പതിയെ നടത്തി ഉമ്മറത്ത് കൊണ്ടു ചെന്നിരുത്തി. നീ വന്നിട്ട് ചായ കുടിച്ചോ? അമ്മായി ചോദിച്ചു. ഇല്ല. കോമള അടുക്കളയിൽ രാത്രിക്ക് കഴിക്കാനുണ്ടാക്കുന്ന തിരക്കിലാകും. നീ ചെന്ന് ചായ ഉണ്ടാക്കി നിന്റെ കെട്ടിയോനും കൊണ്ടുപോയി കൊടുക്ക്. ഗൗരി അവിടുന്ന് അടുക്കളയിലേക്ക് പോയി. മുറ്റത്ത് കാർ കിടക്കുന്നത് കണ്ട് അമ്മായി അമ്മാവനോട് ചോദിച്ചു. അവൾ കാറിലാണോ വന്നത്? ആ, ബിസിനസ്സുകാരനാണത്രേ. അവൾ വന്ന ഒരു സഹായത്തിന് ഇവിടെ നിർത്താന്ന് കരുതി. അവളുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ ഇനി ഇവിടെ നിൽക്കാൻ പറയുക? ആ മനുവിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വന്ന് അവൾ സഹായിക്കുമായിരുന്നു. ഇപ്പം തന്നെ എത്ര ദിവസമായി ഈ ഉമ്മറത്തേക്കൊന്ന് വന്നിട്ട്. ദിനേശനോട് പറഞ്ഞാൽ വല്ലതും നടക്കുമോ? മനു ഇവിടെ കാത്തിരിക്കുന്നത് അവൾക്ക് അറിയില്ലയാവോ? അന്ന് അവളെ രാഘവൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടപ്പോൾ അവളെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഇനി അവിടെയും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാവും വേഗം കല്യാണം നടത്തിയത്. ഗൗരി അടുക്കളയിലെത്തി. കോമളം അവിടെ പണിത്തിരക്കിലായിരുന്നു. കോമള ചേച്ചി നല്ല പണിയിലാണല്ലോ. ആ, നീ വന്നോ? എനിക്കൊരു സഹായത്തിനാളായി. നീ പോയപ്പോൾ തൊട്ട് ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക.
വീട്ടിലുള്ളവർക്കും തോട്ടപ്പണിക്കാർക്കും ഒക്കെ വെച്ച് വിളമ്പി നടു ഒടിയാറായി. പറഞ്ഞു പറഞ്ഞ് മുറ്റടിക്കാനും തുടയ്ക്കാനും തുണി കഴുകാനൊക്കെ ഒരാൾ വരുന്നുണ്ട്. അല്ല, നിന്റെ കല്യാണം കഴിഞ്ഞോ? അപ്പം മനുവോ? അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ചായയ്ക്ക് വെള്ളം സ്റ്റൗവിൽ വെച്ചു. അപ്പോൾ നീ ഇനി ഇവിടെ നിൽക്കുന്നില്ലേ? ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ. ഇന്ദിര ചേച്ചി പറഞ്ഞു ഇനി നിന്നെ ഇവിടുന്ന് വിടുന്നില്ല, ഇവിടെ സഹായത്തിന് നിർത്തുകയാണെന്ന്. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ അമ്മായിക്കും കോമള ചേച്ചിക്കൊക്കെ ഞാൻ വലിയ ശല്യമായിരുന്നല്ലോ. ഇപ്പം ഞാൻ സഹായിയായോ? സത്യം പറയാലോ, നീ ഇവിടുന്ന് പോയപ്പോഴാ നിന്റെ വില മനസ്സിലാകുന്നത്. ഇന്ദിര ചേച്ചിയും പറയും നീ ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടപ്പിലാവില്ലായിരുന്നു എന്ന്. അമ്മായിക്ക് മക്കളുണ്ടല്ലോ. എന്നെ ശകാരിക്കുന്നത് പോലെ മക്കളെയും ശകാരിക്കണം. അപ്പോഴേ മക്കൾ പറഞ്ഞാൽ കേൾക്കൂ. അവൾ ചായ 2 ഗ്ലാസ്സിലേക്ക് എടുത്ത് പറഞ്ഞു. ഞാൻ ഈ ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ? ആർക്കാ 2 ചായ? എൻ്റെ ഭർത്താവ് കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവൾ അവിടുന്ന് പോയി. ചായയുമായി ഗൗരി റൂമിലേക്ക് എത്തിയപ്പോൾ അവിടെ ദേവനുണ്ടായിരുന്നില്ല. എവിടെ പോയതായിരിക്കും എന്ന് നോക്കി ഗൗരി പുറത്തേക്ക് എത്തിയപ്പോൾ മുറ്റത്തൊരറ്റത്തായി നിൽക്കുന്ന മാവിൻ്റെ ചുവട്ടിൽ ആരോടോ ഫോൺ ചെയ്ത് നിൽക്കുന്നത് കണ്ട് അവൾ ചായയുമായി അവിടേക്ക് പോയി. അവളെ കണ്ടതും അവൻ കോൾ കട്ട് ചെയ്തു. എന്താ ഇവിടെ നിൽക്കുന്നത്? അമ്മായിയെ കണ്ടുവരാന്ന് പറഞ്ഞു പോയിട്ട് കുറേ നേരമായല്ലോ. വല്ലാതെ ബോറടിക്കുന്നു. റൂമിൽ ചൂടാണെങ്കിൽ സഹിക്കാൻ വയ്യ. ഫാനില്ലേ? ഫാനില്ല. സീലിംഗ് താഴ്ന്നിട്ടല്ലേ, അതുകൊണ്ട് ഫാൻ വയ്ക്കാൻ പറ്റില്ല. മുത്തശ്ശിക്ക് വേണ്ടി ഒരു ടേബിൾ ഫാൻ ഉണ്ടായിരുന്നു, അത് ഞാൻ തല്ലി പൊട്ടിച്ചു. ചായ ദേവന് കൊടുത്തുകൊണ്ട് ഗൗരി പറഞ്ഞു. തല്ലി പൊട്ടിക്കേ? എന്തിന്? ഒരു ദിവസം ദിനേശേട്ടൻ എന്നെ ശല്യം ചെയ്യാൻ വന്നതാ. അതെടുത്ത് തലയ്ക്കൊന്ന് കൊടുത്തു. അടികൊണ്ട ദേഷ്യത്തിന് എന്നെ അടിക്കാൻ വന്നു. അപ്പോൾ ഒന്നുകൂടെ കൊടുത്തു. അത് പൊട്ടി. അവിടത്തെ പോലെയൊന്നുമല്ല. രാത്രിയിൽ റൂമിൽ ചൂടൊന്നും ഉണ്ടാവില്ല. തട്ടുള്ളതല്ലേ. വരാന്തയിൽ ഇരിക്കുന്ന അമ്മായിയെ നോക്കി ദേവൻ ചോദിച്ചു. ആ ഇരിക്കുന്നതല്ലേ അമ്മായി? അതെ. എന്നോട് സംസാരിച്ചപ്പോൾ നിന്നോട് വലിയ സ്നേഹമുള്ളതുപോലെ ആയിരുന്നല്ലോ. അവൾ അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പുമായി അവൾ തിരികെ പോകുമ്പോൾ അമ്മായി പറഞ്ഞു. ഗൗരിയെ, കുറേ നേരം ഇരിക്കാനും വയ്യ. നീ എന്നെ മുറിയിലേക്ക് തന്നെ കൊണ്ടുപോയിക്കോ. ചായക്കപ്പ് വരാന്തയുടെ തിണ്ണയിലേക്ക് വെച്ച് അവൾ അമ്മായിയെ കൊണ്ട് റൂമിലേക്ക് പോയി. തിരികെ കപ്പെടുക്കാൻ വരുമ്പോൾ ദേവൻ കയറി വന്ന് പറഞ്ഞു. രാവിലെ മുതലിടുന്ന ഡ്രസ്സല്ലേ, ഒന്ന് കുളിക്കണം. ഡ്രസ്സ് എടുത്തിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. ഗൗരി ദേവന് ബാത്റൂം കാണിച്ചു കൊടുത്തു. അവൻ അതിൽ കയറി. സാധാ ഒരു ബാത്റൂം, ഉപയോഗിച്ച് വൃത്തികേടായ സോപ്പ്. അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു ദീർഘനിശ്വാസം വിട്ട് അവൻ ഡ്രസ്സ് അഴിച്ചു മാറ്റി ഷവർ ഓൺ ചെയ്തു. തണുപ്പ് തട്ടി വേഗം അത് ഓഫ് ചെയ്തു. ഹോ, എന്തൊരു തണുപ്പ്! അവൻ സാവകാശം വീണ്ടും ഷവർ ഓൺ ചെയ്തു. മടിച്ച് ഷവറിൻ്റെ ചുവട്ടിലേക്ക് നീങ്ങി നിന്ന് തണുപ്പ് സഹിച്ചു കുളിച്ചു. കുളിച്ചു കഴിഞ്ഞ് റൂമിലെത്തി പുറത്തേക്ക് പോകാൻ റെഡിയായി. അതിനുശേഷം ഗൗരിയെ തിരഞ്ഞവൻ അടുക്കളയിലേക്ക് പോയി. അവനെ കണ്ടതും അവൾ ചോദിച്ചു. എന്തെങ്കിലും വേണോ? ഞാൻ പുറത്തൊന്ന് പോവുക, നീ വരുന്നോ? എവിടെ പോവുക? വെറുതെ ഒരു ഡ്രൈവ്. ഇല്ല, ഞാനില്ല. ഇവിടെ അടുക്കളയിൽ എന്തെങ്കിലും സഹായിക്കട്ടെ. നിനക്ക് വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട, വേഗം വരണേ. അവൻ അവിടുന്ന് പോയി. അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് ഗൗരി റൂമിലേക്ക് പോയി. കുളിച്ചു മാറാനുള്ള ഡ്രസ്സുകൾ ബാഗിൽ നിന്ന് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിലൂടെ ഒരു കൈ അവളുടെ വയറിലൂടെ ശക്തിയായി ചുറ്റിപ്പിടിച്ചു. ഒപ്പം മറ്റൊരു കൈ അവളുടെ വായ അടച്ചു പിടിച്ചു.